വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 62 മുതൽ 64 വരെ തിരുവചനങ്ങൾ. ശിശുവിന് എന്തു പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ശിശുവിൻ്റെ പേര് യോഹന്നാൻ എന്നാകുന്നു എന്ന് ഒരു എഴുത്ത് പലകയിൽ എഴുതിയ നിമിഷം സക്കറിയാസിൻ്റെ നാവ് ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു. അവിശ്വാസത്താൽ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടത് അവിശ്വസിച്ചതിനാൽ ബന്ധിക്കപ്പെട്ടുപോയ നാവ് വിശ്വാസം ഏറ്റുപറയുമ്പോൾ അഴിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു മാതൃകയാണ്. അവിശ്വാസത്താൽ ബന്ധിക്കപ്പെട്ട നാവുകൾ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിലൂടെ, വിശ്വാസത്തിൻ്റെ വചനങ്ങളുടെ രചനയിലൂടെയൊക്കെ തുറക്കപ്പെടുന്നു. അത് കൽഫലകങ്ങളിലല്ല, ഹൃദയ ഫലകങ്ങളിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ എഴുതപ്പെടുമ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നു. നാവ് ദൈവത്തെ സ്തുതിക്കാൻ ശക്തി പ്രാപിക്കുന്നു. മറ്റൊരു മഹാരഹസ്യം ഇവിടെ വെളിപ്പെടുന്നത്, പഴയ നിയമത്തിൻ്റെ ആളുകൾ, അതായത് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ബന്ധുക്കളും അയൽവാസികളുമായ ജനം, അവർ പഴയ നിയമത്തിലെ നീതി അന്വേഷിക്കുന്നവരാണ്. പഴയ നിയമത്തിൻ്റെ ആചാരവും നീതിയും അനുസരിച്ച് ഇവൻ്റെ പേര്, ശിശുവിൻ്റെ പേര് സക്കറിയാസ് എന്നാണ് ഇടേണ്ടത്. എന്നാൽ എലിസബത്ത് പറയുന്നത് അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. എലിസബത്ത് വാക്കുകൊണ്ട് പറയുന്നു അവൻ്റെ പേര് യോഹന്നാൻ. യോഹന്നാൻ എന്നാൽ ദൈവത്തിൻ്റെ കൃപ. സക്കറിയാസ് അത് എഴുതി കൊടുക്കുന്നു, അവൻ്റെ പേര് യോഹന്നാൻ, ദൈവത്തിൻ്റെ കൃപ. പഴയ നിയമത്തിൻ്റെ നീതി അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഭരണം അവിടെ അവസാനിക്കുകയും പുതിയ നിയമപ്രകാരമുള്ള കൃപ ആരംഭിക്കുകയും ചെയ്യുകയാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവകൃപയെന്നാണല്ലോ. കൃപ ആരംഭിക്കുകയാണ്. എങ്ങനെ? രണ്ട് രീതിയിലും, ഒന്ന് വാചികമായിട്ട്, രണ്ട് ലിഖിതമായിട്ട്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശുദ്ധ പാരമ്പര്യം, അത് എഴുതപ്പെടാത്ത ദൈവത്തിൻ്റെ വചനമാണ്. രണ്ട് വിശുദ്ധ ഗ്രന്ഥം, അത് എഴുതപ്പെട്ട കർത്താവിൻ്റെ വചനമാണ്. വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും പുതിയ നിയമത്തിൻ്റെ കൃപയാണ് വെളിപ്പെടുത്തുന്നത്. സക്കറിയ എഴുതിയും എലിസബത്ത് വാക്കാലും അതവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അവൻ്റെ നാവ് സ്വതന്ത്രമാകുന്നു. ഇനി ഇതെന്നാണ് സംഭവിക്കുന്നത്? ശിശു ജനിച്ച് 8-ാം ദിവസം. 8-ാം ദിവസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനം 8-ാം ദിവസമാണ്. 8-ാം ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച മരിക്കുന്നു, ശനിയാഴ്ച സാബത്താണ്. 8-ാം ദിവസം സാബത്ത് 7-ാം ദിവസം, 8-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവൻ്റെ ഉയർപ്പോടുകൂടി പുതിയ നിയമം ആരംഭിക്കുകയാണ്. പഴയ നിയമത്തിലെ ജനന ക്രമപ്രകാരം, ഗോത്ര ക്രമപ്രകാരം ലേവി ഗോത്രത്തിന് മാത്രമായിരുന്ന പൗരോഹിത്യം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് വരെയും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും നിയമവുമെല്ലാം ഉത്ബോധിപ്പിച്ചിരുന്ന, പിന്തുടർന്നു വന്നിരുന്ന ആ പൗരോഹിത്യം അവിടെ വഴിമാറിയിട്ട് പുതിയ നിയമപ്രകാരമുള്ള കൃപയുടെ ശുശ്രൂഷകരായ പുതിയൊരു പൗരോഹിത്യവും ആരംഭിക്കുകയാണ്. അത് എഴുതിയും വാക്കുകൊണ്ടും സ്ഥാപിക്കപ്പെടുന്ന വചനം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.